ഞങ്ങൾ മാന്നാറല്ല, സോറി, മുണ്ടക്കയം വരെ പോകണേ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡിയായി. ഗൈസ്, ഞാൻ വേറൊരു ചുരിദാറാണ് ഇട്ടത്. പക്ഷേ അത് ഞാൻ അയൺ ചെയ്ത് ഉരുക്കി കളഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. നല്ലൊരു ചുരിദാറായിരുന്നു, അത് പോയി. പിന്നെ ഞാൻ വീണ്ടും ഡ്രസ്സൊക്കെ മാറിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിടാമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പൊന്നൂട്ടനാണെങ്കിൽ പഠിപ്പിക്കുവാണ്. അവന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ അനങ്ങാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് മാസ്ക് എല്ലാം കൂടി വെച്ചേ, കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കല്ലേ, കുറുവാ സംഘമാണോ എന്ന് ഓർക്കല്ലേ കേട്ടോ ഗെയ്സ്. ചുമ്മാ രസത്തിന് വേണ്ടി വെച്ചാണ് വെക്കാൻ പറഞ്ഞപ്പം. അപ്പം ഞങ്ങൾ രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നേ. ഞങ്ങളപ്പം ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ കള്ളപ്പമാണ് കഴിച്ച്, ഇവർ പൊറോട്ടയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിടയ്ക്ക് കയറിയ ഹോട്ടൽ തന്നെയാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു അവിടുത്തെ, കൊണ്ട് അത് ഇഷ്ടമായി. ഞാൻ കള്ളപ്പവും സ്റ്റൂവും ഒരു പൊറോട്ടയും ചിക്കനും ബീഫും എല്ലാമാണ് കഴിക്കുന്നത്. നല്ല പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല കറികളും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ. ഇവർക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു ഒത്തിരി. ഞാൻ കള്ളപ്പം കഴിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് പൊറോട്ട, യാത്രയൊക്കെ ചെയ്യുമ്പോൾ പൊറോട്ട കഴിക്കണമെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ഇതിൻ്റെ അകത്ത് അങ്ങ് ആകെ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ചോദിക്കുന്നുണ്ട് കള്ളൻ്റെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കള്ളൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല, ജീരകത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ മുമ്പിട്ട് നിൽക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് മീനും നിൽക്കുവേ, പൊന്നും നിൽക്കൂല. ഇപ്പം പൊന്നും മുഖം മറച്ച് പിടിച്ചേക്കും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലെത്തി. മേരിക്കൂ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. ഇത് കാഞ്ഞിരപ്പള്ളിയിലാണ്. എന്തുവാ വീഡിയോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ കാണാനൊക്കെ. അപ്പം ഞങ്ങളകത്ത് കയറിയപ്പോഴത്തേക്ക് അവരിങ്ങനെ ക്രിസ്മസ് ട്രീയും പിന്നെന്തുവാ ക്രിസ്മസ് അപ്പൂപ്പൻ പിന്നെ പുൽക്കൂടും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ. ഇതൊക്കെ ശരിക്കുള്ള പോച്ചയാണ്, പുല്ല് പോച്ചാന്ന് ഇവിടെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും അത് കണ്ടാൽ എന്തുവാ, ശരിക്കും ഒരു മലമുകളിൽ ഇങ്ങനെ പുൽക്കൂടിരിക്കുന്ന പോലെ ഇരിക്കും, മണ്ണൊക്കെ വെച്ചിട്ട്. പിന്നെ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. പൊന്നു അങ്ങും അത് കാണാൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല. പൊന്നു കാണുവാണെങ്കിൽ എടുക്കണ്ടെന്ന് പറയും കേട്ടോ. ഞാൻ കാണാതെയൊക്കെ എടുത്തു. അങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ പിന്നെ സന്ധി ചേച്ചി ഡോക്ടറെയൊക്കെ കണ്ടിട്ട് വന്നേ. അപ്പോൾ അവളെയും നിർത്തി ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അവൾക്ക് ഈ പറഞ്ഞ പോലെ വലിയ മടിയാണ് കേട്ടോ. അവളെ ഞാൻ നിർബന്ധിച്ച് നിർത്തി. അപ്പൂപ്പൻ്റെ അടുത്ത് കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൾ അപ്പൂപ്പൻ്റെ അടുത്ത് നിൽക്കത്തില്ല, അവൾക്കൊരു മടി. ഞാൻ അപ്പൂപ്പൻ കയറി പിടിക്കുമെന്ന് ഓർത്തിട്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പൊൻകുന്നം വന്നു. അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് വന്നേ. കാരണം കുറേ അടിപൊളിത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അന്നും ഞങ്ങൾ കുറച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്നും കുറേയൊക്കെ വാങ്ങിച്ചു. ഇവിടെ വന്നാൽ മതിയായിരുന്നു തോന്നുന്നു, എല്ലാം ഒറ്റയടിക്ക് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാമായിരുന്നു. കാരണം അതേപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഉണ്ണിയേശു തൊട്ട് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ആന കരിമ്പങ്കാട്ട് കയറിയ ഒരവസ്ഥയായിരുന്നു. ഈ പിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കൊട്ടയെടുത്ത് പിറക്കി ഇട്ടോളൂ. അതിൻ്റെ കൂടെ സന്ധി ചേച്ചി പിന്നെ കുറേ തൊപ്പിയൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. നമുക്കത് ക്രിസ്മസിൻ്റെ അന്ന് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറേ വീഡിയോ ഒക്കെ എടുക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഗൈസ്. പിന്നെ കുറേ ഞങ്ങൾ തൊപ്പി എടുത്തപ്പോഴത്തേക്ക് മീനോട്ടനും പൊന്നും കൂടെ കുറേ ബോയൊക്കെ പറക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊമ്പൊക്കെ ഉള്ള മാൻകൊമ്പൊക്കെ. ഇതൊക്കെ എന്തിനാണോ അവ എടുക്കുന്നത് എനിക്കറിയത്തില്ല. കണ്ടപ്പോൾ ഒരു രസം തോന്നി എടുക്കുവാണ്. പിന്നെ കുറേ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ കുറച്ച് ക്രീമൊക്കെ വാങ്ങണമായിരുന്നു, അതൊക്കെ വാങ്ങി. കാരണം ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റൂ. കാരണം ഒറ്റയടിക്ക് പോയി എല്ലാം വാങ്ങാം, എല്ലാം കിട്ടും അവിടെ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഇവിടെ വരുമ്പം വേറെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ പോരെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. ബാക്കി കുറേ വീഡിയോ ഉണ്ട്, അതൊക്കെ പിന്നെ ഒരു ദിവസം കാണിക്കാമേ, ഓരോ ദിവസം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.